ബുഹാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം. ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാങ്കാടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. ചേച്ചിക്ക് ആ മനുഷ്യനെ, ആ തങ്ങൾ ഉസ്താദിനെ കണ്ടപ്പോൾ ഒരു മനുഷ്യനായിട്ട് ഫീൽ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് അറിയോ? ചേച്ചി ഒരു സംഗിണി ആയതുകൊണ്ടാണ്. ചേച്ചിക്ക് ആ തങ്ങൾ ഉസ്താദിന്റെ വേഷവും താടിയും കാണുമ്പോ പേടി തോന്നിയല്ലേ? അത് ചേച്ചി അങ്ങ് UK കിടക്കുന്നതുകൊണ്ടാണ്. എന്നാൽ മറ്റൊരു ഫോട്ടോയും കാണിച്ചു തരട്ടെ. ചേച്ചിക്ക് പേടി തോന്നാത്ത ഒരു താടിക്കാരനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നാലോ? ചേച്ചി കാണുന്ന ആ മോദിജിയുടെ കൂടെ ഇരിക്കുന്ന ആളെ മനസ്സിലായിട്ടുണ്ടോ? ആളെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആസാറാം ബാപ്പു എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കും ഈ തങ്ങളുസ്താദിനേക്കാളും നല്ല താടിയുണ്ട് കേട്ടോ, തലയിലൊരു തൊപ്പിയുണ്ട്. പക്ഷെ ചേച്ചിക്ക് പേടി വന്നോ? പേടി വരത്തില്ല. കാരണം എന്താ? ആ തങ്ങൾ ഉസ്താദിന്റെ പേരിൽ ഇതുവരെ ഒരു കേസും നിലവിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ചേച്ചി പേടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, ആ സന്യാസി, അദ്ദേഹത്തെ കുറിച്ച് ചേച്ചിക്ക് അറിയില്ലേ? പക്ഷെ ഈ സന്യാസിയുടെ അഹമ്മദാബാദിലെ ആശ്രമത്തിൽ വെച്ച് 2 പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. കേസൊന്നും വന്നിട്ടില്ല. കാരണം ആ ആരോപണം പറഞ്ഞ ആളെ ആരോ വെടിവെച്ചു കൊന്നു. അതുകൊണ്ട് സാക്ഷിയില്ല ആ കാര്യത്തിൽ. ഗുജറാത്തിലാണ് കേട്ടോ. ആ ഗുജറാത്തിലെ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യൻ സ്ഥിരം കുറ്റവാളി എന്നാണ്. ഈ മനുഷ്യന് 4500 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഇവിടെയുള്ള ട്വിസ്റ്റ് എന്താ അറിയോ? ആ മനുഷ്യനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ, ആരെങ്കിലും സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ട്, കുറ്റം ചെയ്ത കാര്യം പുറത്തു വരാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ, സത്യം പുറത്തുവിടുന്ന മനുഷ്യനോ അതല്ലെങ്കിൽ സാക്ഷിയോ കൊല്ലപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സാധാരണ രൂപത്തിൽ ഉണ്ടാകാറുള്ളത്. ആശ്രമത്തിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 6 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ മനുഷ്യൻ. ബർത്ത്ഡേ ആഘോഷിക്കാൻ വരെ ജാമ്യം കൊടുത്ത സർക്കാരായിരുന്നു അന്ന് ഗുജറാത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള അക്രമിയായ ഈ മനുഷ്യനെ കണ്ടപ്പോ ചേച്ചിക്ക് പേടി തോന്നത്തില്ല. പക്ഷെ ആ ഖലീൽ തങ്ങൾ ഉപ്പാപ്പനെ അറിയോ? അത് മഅദിൻ എന്ന് പറയുന്ന മലപ്പുറത്തെ സ്ഥാപനമുണ്ട്. ഒരുപാട് അഗതി അനാഥകളെ സംരക്ഷിക്കുന്ന ഒരു വലിയ സമുച്ചയം. ആ സമുച്ചയത്തിലൊന്ന് ചേച്ചിന്ന് പോയി നോക്കണം. അപ്പോൾ മനസ്സിലാകും ആ ഭീകരരൂപി എന്ന് വിശേഷിപ്പിച്ച ആ തങ്ങൾ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, ഈ സമൂഹത്തിൽ ആ മഹാനുഭാവൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ് എന്ന്.